ഇന്ന് നമുക്ക് ഒരു ചിക്കൻ സോസേജ് റോള് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിനാണ് ഞാൻ മൈദ എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 കപ്പ് ചെറിയ ചൂടുള്ള പാലും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈസ്റ്റ് നന്നായിട്ടൊന്ന് പൊങ്ങി വരും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും 1 മുട്ട ബീറ്റ് ചെയ്തതും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. അത് മാത്രം മതിയാവും ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അത് പോരാന്നുണ്ടെങ്കിൽ വെള്ളം വേണ്ടി വന്നാൽ 1-2 ടേബിൾ സ്പൂൺ മാത്രം ചേർക്കുക. ഞാനിപ്പം വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഇതിലേക്ക് കുഴയ്ക്കുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൗളിലേക്ക് ഒരല്പം ഓയിൽ പുരട്ടിയിട്ട് നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്ന ഈ മാവ് അതിലിട്ടിട്ട് ഡബിൾ സൈസ് ആകുന്നവരെ മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇതൊന്ന് ഡബിൾ സൈസ് ആയിട്ട് വരും. പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇത് ഡബിൾ സൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിവിടെ 10 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും എടുത്തിട്ട് ഓരോ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടി മാറ്റി വയ്ക്കാം. ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുത്തു വയ്ക്കാം. നമുക്കിതെല്ലാം കൂടെ ഒരു പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്ത് വെക്കാം. ഇനി ഇതിൽ നിന്നും ഓരോന്നും എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതിലേക്ക് ഒരു സോസേജ് വെച്ചിട്ട് 2 സൈഡിലും പിസ്സ കട്ടറോ കത്തിയോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. ഇനി ഇതുപോലെ ഓരോ സൈഡിൽ നിന്നും ഓരോ നമ്മൾ കട്ട് ചെയ്ത ഓരോ ലീഫ് പോലെയുള്ളത് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ചുറ്റി വയ്ക്കുക. ഇതുപോലെ 2 സൈഡിൽ നിന്നും താഴെ വരെ ചെയ്താൽ മതി. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഇങ്ങനെയൊന്നും അല്ലെങ്കിലും നമുക്കിത് പരത്തിയിട്ട് സോസേജ് വെച്ചിട്ട് നമുക്കിത് റോൾ ചെയ്തെടുത്തും ബേക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇതൊന്നുകൂടെ കാണിക്കാം. ഇതുപോലെ ചെയ്താൽ മതി. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് വേറൊരു ഡിസൈനിൽ ചെയ്യാം. സാധാരണ പോലെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു സോസേജ് വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചും താഴേക്കുള്ള ഭാഗത്ത് പിസ്സ കട്ടറോ കത്തിയോ വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. ഈ കട്ട് ചെയ്ത ഓരോ പീസും ഇതിൻ്റെ മുകളിലേക്കൊന്ന് ചുറ്റി വെച്ചാൽ മതി. എല്ലാം ചുറ്റി വെച്ച് കഴിയുമ്പം ദാ ഇതുപോലെ ഇരിക്കും നമ്മുടെ ഈ ഷേപ്പ്. നമ്മൾ 2 തരത്തിലിത് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് 2 ഡിസൈനിലായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഒരു പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് വേണം ഇത് വെക്കാനായിട്ട്. ഇനി ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്കൊന്ന് പുരട്ടി കൊടുക്കാം. ഇത് ബേക്ക് ചെയ്തെടുക്കുമ്പം ഇതിൻ്റെ മുകൾ ഭാഗത്ത് നല്ലൊരു ബ്രൗൺ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ എഗ് വാഷ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം സെസമി സീഡ്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 35 to 40 മിനിറ്റ്സ് വെച്ച് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം.
നമ്മുടെ ചിക്കൻ സോസേജ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് അല്പം ബട്ടർ അപ്ലൈ ചെയ്തിട്ട് ഒരു വെറ്റ് ക്ലോത്ത് ഇട്ട് കവർ ചെയ്ത് വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.